അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് നമ്മുടെ CBSE 9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സ് മോഷൻ ക്ലാസ്സാണ്. നമ്മൾ മോഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. നമ്മളൊരു സെക്കൻഡ് പാർട്ട് എടുക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്, മോഷൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ അറിയാം, നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ നോക്കിയാൽ മതിയായിരിക്കും. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് യൂണിഫോം മോഷൻ എന്താണ്, നോൺ യൂണിഫോം മോഷൻ എന്താണെന്നാണ്. ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഷൻ. അപ്പോൾ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം മോഷനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചതാണ്, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്താൽ യൂണിഫോം മോഷൻ, ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്താൽ നോൺ യൂണിഫോം മോഷൻ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് ആവറേജ് സ്പീഡ് എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് സ്പീഡ് എന്നുള്ളത്. എന്നാൽ നമുക്ക് ആവറേജ് സ്പീഡ് പഠിക്കാൻ പറ്റും. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് പോലെ ഒരു വാഹനത്തിന് നമുക്ക് ഓഡോമീറ്റർ എന്നുള്ള മീറ്റർ ഉണ്ട്, അതായത് വാഹനത്തിൻ്റെ സ്പീഡ് കാണിക്കുന്ന മീറ്ററാണ് നമുക്കറിയാം. ഈ ഓഡോമീറ്ററിൽ നോക്കുമ്പോൾ ഒരു വാഹനം ഇപ്പോൾ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആ വാഹനത്തിൻ്റെ വേഗത. ഇപ്പോൾ എല്ലാവർക്കും വേഗത കൂടിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യാനാണ് ഇഷ്ടം. ആ സമയത്ത് വേഗത അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന വേണ്ടി സ്പീഡ് എന്നാണ്. സ്പീഡ് നമുക്കല്ലാതെ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ക്രിക്കറ്റ് കളി കാണുന്ന സമയത്ത് ഒരു ബോളർ ബോൾ ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ എഴുതി കാണിക്കും എത്ര km/h ബോൾ ചെയ്തതെന്ന്. നമ്മുടെ പഴയകാല ബൗളർമാരായിട്ടുള്ള ബ്രെഡ്ലിയോ അല്ലെങ്കിൽ അക്തറൊക്കെ കഴിയുമ്പോൾ നല്ല സ്പീഡ് ബോളറാണ്. അതൊക്കെ നമ്മുടെ നോർമലി നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഒരുപാട് ബോളേഴ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ നന്നായിട്ട് എറിയുന്നുണ്ട്. സ്പിൻ ആകുമ്പോൾ കുറച്ച് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ അതാണ് ബോളിൻ്റെ സ്പീഡ് മെഷർ ചെയ്താണ് ആ സ്പീഡിൽ കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ കാണിക്കാറുണ്ട്. നമ്മുടെ ഈ പ്ലേ സ്റ്റോറിലൊക്കെ ഉള്ള ചെറിയ റൈസിങ് ഗെയിംസ് ഒക്കെ നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ എത്ര വേഗതയിലാണ് പോകുന്നത് കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സുപരിചിതമാണ് ഈ സ്പീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. എന്താണോ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസിന് നമ്മൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തോ ഡിസ്റ്റൻസിനെ കവർ ചെയ്തിട്ട് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി, ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസിനെ സമയം കൊണ്ട് ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതാണ് നമുക്ക് കിട്ടുന്ന ഈ സ്പീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അത് നമുക്ക് അറിയാനുള്ളതാണ്. നമ്മൾ എനിക്കും 7th or 8th ഒക്കെ പഠിച്ചതാണ് അതിനെപ്പറ്റി. ജസ്റ്റ് അതുകൊണ്ട് നമ്മൾ സ്പീഡ് ഒരുപാട് മീൻസ് എന്ത് ചെയ്യാതെ കൂടുതൽ പറയാതെ നമ്മൾ അടുത്ത സ്പീഡിലേക്ക് പോകുന്നു. ആവറേജ് സ്പീഡ്, ഞാൻ ഇവിടെ AVG സ്പീഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ഷോർട്ട് ഫോമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടേ ഉള്ളൂ. ആവറേജ് സ്പീഡ് എന്നാണ്. ആവറേജ് മീൻസ് ശരാശരി, ഒരു ആവറേജ് സ്പീഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആവറേജ് സ്പീഡ് ഇപ്പോൾ ഒരാൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എന്താ പറയുക, ഒരു പോയിന്റ് A എന്ന് പറയുന്ന പോയിന്റ് ബിയിലേക്ക് യാത്ര ചെയ്യുന്നു. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 100 km ആണ്. അത് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. എന്നാൽ അയാളുടെ ആവറേജ് സ്പീഡ് എത്ര തുടങ്ങിയ ചോദ്യങ്ങളാണ് അങ്ങനെയുള്ളത് വരിക. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന സാധനം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്ട് ഈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ഡിസ്റ്റൻസ് കവറിങ്. അതായത് നമ്മൾ ടൈം എത്ര ടൈം എടുക്കുന്നു. ഒരു എക്സാമ്പിൾ ഞാനൊരു പ്രോബ്ലം കാണിക്കാം. ഇപ്പോൾ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ 100 km ആണ് ഇരിക്കുന്നത്. 100 km ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. അതിലെടുത്ത സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണെന്ന് ഇരിക്കട്ടെ. സമയം എപ്പോഴും അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് 2 hour എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആവറേജ് സ്പീഡ് ഫൈൻഡ് ചെയ്യുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്ട്. That means 100 kilometers is divided by total time taken for that change അല്ലെങ്കിൽ that motion. അപ്പോൾ ഇവിടെ എത്രയാണ്, 2 hours. അപ്പോൾ നമുക്ക് കിട്ടും 100 divided by 2 സിമ്പിൾ. നമുക്ക് എത്ര കിട്ടും, ആൻസർ ഈസ് 50 km/h. അത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ല നമ്മളിവിടെ ഉപയോഗിച്ചത്. മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് നിങ്ങൾ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഓർമ്മിക്കുക, നമ്മൾ ബൈക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിൽ റൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്ന ഒരു അളവാണ് ഈ km/h എന്ന് പറയുന്ന ഒരു വാല്യൂ. അത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ ഗെയിം കളിക്കുമ്പോഴൊക്കെ എഴുതി കാണിക്കുന്നതൊക്കെ ഈ km/h വാല്യൂസ് ആണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ സ്കോർ ബോർഡിന് അവിടെ എഴുതി കാണിക്കുക ബൗളർ ചെയ്ത ബോളിന്റെ വേഗത ഇത്രയാണെന്നുള്ളത്. അവിടെയെല്ലാം നമുക്ക് മോസ്റ്റ് കോമൺലി നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു യൂണിറ്റാണ് ഈ km/h എന്ന് പറയുന്നത്. ഒരു സ്പീഡിന്റെ യൂണിറ്റ് ആണെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആക്ച്വലി സ്പീഡിന്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ച് പഠിക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പഠിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കിലോമീറ്റർ ആണോ ലെങ്തിന്റെ? അല്ല, സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണെന്ന് നമുക്കറിയാം. ലെങ്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണെന്ന് അറിയാം. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാം.
അപ്പൊ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിച്ച് പഠിച്ചു വെക്കുക. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡെറിവേറ്റീവ് യൂണിറ്റ് ആണ്. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് ചോദിച്ചാൽ കിലോമീറ്റർ പെർ അവർ ആണ്. ക്വസ്റ്റ്യനിലൊക്കെ മിക്കവാറും ഇതായിരിക്കും കാണുക. ശ്രദ്ധിക്കുക, കിലോമീറ്ററിലും അവറിലും ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക. കിലോമീറ്ററിലും മിനിറ്റിലും ആണെങ്കിൽ ആരെ മീറ്റർ പെർ സെക്കൻഡിലാക്കി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. 1000 മീറ്റർ ചേരുമ്പോഴുള്ള 1 കിലോമീറ്റർ ആവും. അപ്പോൾ നമ്മൾ എന്ത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തതിലേക്ക് അതിലേക്ക് ക്യാൻസലിലേക്ക് പോയാൽ മതി. അങ്ങനെയുള്ള പ്രോബ്ലം നമുക്ക് വരുമ്പോൾ നമുക്ക് അത് ചെയ്യാം. പ്രോബ്ലംസ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കൊണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അപ്പോൾ ആ സമയത്ത് ലൈവ് ക്ലാസ്സിലൊക്കെ ചെറിയ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ പ്രോബ്ലം ഇട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നതാണ്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത്, ആ കവറിംഗ് ഡിസ്റ്റൻസിന് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസിന് നമ്മൾ ടൈം കൊണ്ട് കവർ ചെയ്യുന്നതാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള കൺസെപ്റ്റാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഈ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ഓർമ്മിച്ച് പഠിക്കണം. അത് കഴിഞ്ഞാൽ ഇത് നമ്മളുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത് ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഒന്നിനകത്ത് പഠിച്ചിട്ടുണ്ട്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി എന്താണെന്ന്. The quantity have both magnitude and direction quantity ആണ് വിളിക്കുന്നത് വെക്ടർ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി have only മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളവയെ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് ആവറേജ് സ്പീഡിനെ പറ്റിയാണ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മുടെ ചില എക്സാമൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് ഒരു ജേണി ഇത്ര ദൂരം സഞ്ചരിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 2 മണിക്കൂർ എടുത്തെങ്കിൽ ആവറേജ് സ്പീഡ് എത്രയാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസിനെ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും കിലോമീറ്ററിലും മണിക്കൂറിലും ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ആൻസർ എക്സ്പ്രസ് ചെയ്യാൻ വേറെ പ്രശ്നങ്ങളില്ല. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്തിനൊക്കെയാണെന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആവറേജ് സ്പീഡിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുക, ആവറേജ് സ്പീഡുമായി ബന്ധപ്പെട്ട ചോദ്യം ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ഒരു ബുക്കിലോട്ട് എഴുതി ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: an object travels 16 meter in 4 seconds and then another 16 meter in 2 seconds. What is the average speed of that object? Average speed of the object. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഒന്ന് 2 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള ചോദ്യമാണ്. 2 മിനിറ്റിന്റെ ആവശ്യമില്ല. ആൻസർ കിട്ടിയാലെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ടൈം കളയുന്നില്ല, ഉള്ളപ്പെട്ട കാര്യം പറയാം. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നു എങ്ങനെ, 16 മീറ്റർ ഇൻ 4 seconds, then another 16 meters in 2 seconds. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ആ ഒബ്ജക്റ്റിന്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് നമ്മളോട് ചോദിക്കണം. ആ ഒബ്ജക്റ്റിന്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് നമ്മളോട് ചോദിക്കുകയാണ്. പറഞ്ഞാലും പിടി കിട്ടിയോ? രണ്ട് ട്രാവലിംഗ്, 2 ജേണീസിനെ പറ്റിയുള്ള പറയുന്നുണ്ട്. ഇതിന്റെ ആവറേജ് സ്പീഡ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്തൊക്കെ വേണം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ജേണി എന്നാണ് നമ്മൾ പറയുന്നത്. അതിവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് വേണം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര? ആദ്യം ഇവിടെ എത്ര പോകുന്നുണ്ട്? 16 മീറ്റർ പോകുന്നുണ്ട്. പിന്നെയോ 16 മീറ്റർ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്രയാ? 32 ആണ് കേട്ടോ. 32 മീറ്റർ ആണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് അടുത്തെന്താ വേണ്ടത്? ടോട്ടൽ ടൈം ടേക്കൺ. ടൈം എത്രയാ? സംഭവം എത്രയാ ടൈമിലാണ് പോകുന്നത്? ആദ്യം എത്രയാ ടൈം? ആദ്യം എത്രയാ പോകുന്നത്? 4 സെക്കൻഡ് ആണ്. പിന്നെ എത്രയാ? 2 സെക്കൻഡ് ആണ്. ആണല്ലോ, സംശയമുണ്ടോ? അപ്പോൾ 4 2 എത്രയാണ് ചോദിക്കേണ്ട കാര്യമില്ല. 6 seconds ആണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ചോദ്യം ഒന്ന് വായിക്കുകയാണ്. എല്ലാവരും ചോദ്യം ഒന്ന് വായിക്കാതെ ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. an object travel in 16 meter in 4 seconds and then another 16 meter in 2 seconds. What is the average speed of that object? അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ എഴുതി പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്, ബുക്ക് നോക്കിയാലും മതിയാകും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണോ? 32 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 6.
32/6 എത്രയാ വരുന്നത്? 32/6 എത്രയാ വരുന്നത്? അപ്പം 32/6 എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ചെയ്യാൻ കിട്ടും 5.33 ms/-1. അല്ലെങ്കിൽ മീറ്റർ/സെക്കൻഡ് കിട്ടും. മീറ്റർ/സെക്കൻഡ് വേറെ ആൻസറിന് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തില്ല, സിമ്പിളായിട്ട് കിട്ടുന്ന ആൻസർ ആണ്. നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ഉണ്ടാകുക സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വെലോസിറ്റി എന്ന് പറയുന്ന സാധനമാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് പോലെയാണ്. എന്താണ് വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്താണോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എടുക്കുമ്പോൾ സ്വാഭാവികമായും വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി തന്നെയാണ്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ms/-1 തന്നെയാണ്. അത് സ്പീഡിന്റെ സെയിം യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിച്ചിരിക്കുക. അതുപോലെ ms/-1 എന്ന് പറയുന്ന യൂണിറ്റ് എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. ഇത് സ്കെയിലർ ക്വാണ്ടിറ്റി അല്ല, ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യവും നമ്മളിവിടെ ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിന് അവിടെ സ്കെയിലർ ക്വാണ്ടിറ്റി പഠിച്ചെങ്കിൽ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി പഠിക്കുന്നത് വ്യത്യാസമാണുള്ളത്. അവിടെ നമ്മൾ ഡിസ്റ്റൻസിനെ പറ്റി പറഞ്ഞുവെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ പറ്റി പറയുന്നു. അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതുമായി ബന്ധപ്പെട്ട വെലോസിറ്റിയും എന്തായിട്ട് മാറുന്നു? വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഇനി ഇവിടെ എന്താണ് ആവറേജ് വെലോസിറ്റി ചോദിക്കാം. എന്താണ് ആവറേജ് വെലോസിറ്റി എന്നുള്ളത്? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. AVG നമ്മൾ ഉദ്ദേശിച്ച ആവറേജ് എന്നാണ്. ആവറേജ് വെലോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി u ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി v ആണെങ്കിൽ അപ്പോൾ നമ്മൾ /2 എടുത്താൽ മതി ആവറേജ് വെലോസിറ്റി. പറഞ്ഞ വീഡിയോ ഒരു ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് u എന്ന് പറയുന്ന ലെറ്റർ ആണ്. ഒരു ഒബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് v എന്ന് പറയുന്ന ലെറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി /2 ആണ് ഒരു ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ആവറേജ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് u ആണ് പ്ലസ് ഫൈനൽ വെലോസിറ്റി v ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി /2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒബ്ജക്റ്റിന്റെ എന്ത് കിട്ടും? ആവറേജ് വെലോസിറ്റി കിട്ടും. അത് ഓർമ്മിച്ച് വയ്ക്കുക, ഓർമ്മിച്ച് പഠിച്ചിരിക്കുക. അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇക്വേഷൻ പോലെ പഠിച്ചേക്കേണ്ട u + v എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. u + v / 2 എന്നുള്ള കൺസെപ്റ്റ് ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെന്റ് ബന്ധപ്പെട്ട കാര്യമാണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എടുത്താൽ വെലോസിറ്റി നമുക്ക് കിട്ടും. അതിന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണെന്ന കാര്യം ഓർമ്മിച്ചിരിക്കുക. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യം നമ്മൾ വളരെ അടിസ്ഥാനപരമായി ഓർമ്മിച്ചിരിക്കുക. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ആവറേജ് വെലോസിറ്റി എന്ന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമൊന്നുമല്ല. എന്നാലും ആ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കാം. നമ്മളിന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് ആദ്യം നമ്മൾ പറയുന്നത് സ്പീഡായിരുന്നു. സ്പീഡ് കഴിഞ്ഞ് വെലോസിറ്റി, ആവറേജ് സ്പീഡ് പറഞ്ഞു. അതിന് വെലോസിറ്റി പഠിച്ചു. നമ്മളിനി അടുത്ത് ആവറേജ് വെലോസിറ്റി പഠിച്ചു. അതിന് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ആ സെക്ഷനിൻ്റെ പേര് ആക്സലറേഷൻ എന്നാണ്. വാട്ട് യു മീൻ ബൈ ആക്സലറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സലറേഷൻ. വെലോസിറ്റിക്ക് സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ആക്സലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കാൾഡ് ആക്സലറേഷൻ. ഒന്നും മനസ്സിലായില്ലല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി / ടൈം. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇക്വേഷൻ ആണ്. ആക്സലറേഷൻ പക്ഷേ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ചേഞ്ച് ചെയ്ത വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആക്സലറേഷൻ നോക്കുന്നത്. എക്സാമ്പിൾ പറയാം. ഒരു വാഹനം ഇപ്പോൾ റെസ്റ്റിലായിരിക്കും, വാഹനം നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ റെസ്റ്റിലാണ്, 0 വെലോസിറ്റിയാണ്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ആ വാഹനത്തിൻ്റെ സ്പീഡ് കൂടി ഒരു 50 km/h വേഗതയിലേക്ക് മാറി. 2 മിനിറ്റ് കൊണ്ട് 50 km/h അല്ലെങ്കിൽ 20 km/h വേഗതയിലേക്ക് മാറി. ഈ 20 km/h വേഗതയിലേക്ക് മാറിയപ്പോൾ ആ വാഹനത്തിനുണ്ടായ ആക്സലറേഷൻ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി, u - v, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ u - v
ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അതായത് ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി ആ വാഹനത്തിന് എത്രയാണ്, രണ്ടാമത് കിട്ടിയ വെലോസിറ്റി എത്രയാണ്, 50ആണ്. 50ൽ നിന്ന് എത്ര കുറയ്ക്കണം, നമ്മുടെ ആദ്യത്തെ വെലോസിറ്റി 0 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും, സമയം എത്രയാണ്, 2ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 50 0 50 25ആണ്. 25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ (ms/-2) ആണ് ഇതിന്റെ ഉത്തരം. വരാം, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അവസാന പ്രവേഗം അന്ത്യപ്രവേഗം, ആദ്യ പ്രവേഗം കുറയ്ക്കണം എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനിഷ്യൽ വെലോസിറ്റി കുറയ്ക്കുന്ന സമയത്ത് കിട്ടുന്നത് എഴുതിയപ്പോൾ v-u ആണ്. എഴുതിയ ജസ്റ്റ് മാറിപ്പോഴാണ്, v-u ആണ്. ഓർമ്മിച്ച് വെക്കുക, v-u ആണ്. ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനിഷ്യൽ വെലോസിറ്റി കുറയ്ക്കുന്നത് കിട്ടുന്നതാണ് ഏതെന്ന് പറയുന്നത്. കുറച്ച് കിട്ടുന്നതിന് ടൈം ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് ആക്സലറേഷൻ എന്ന് പറയുന്നത്. ആക്സലറേഷൻ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ ഇക്വേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതായത് വെലോസിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മീൻസ് v. അപ്പോൾ എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി? വെച്ചിട്ട് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി ആണ് ഇനിഷ്യൽ വെലോസിറ്റി, അവസാനിക്കുമ്പോഴാണ് അതിന്റെ ഫൈനൽ വെലോസിറ്റി. അത് എങ്ങനെ ലെറ്റർ ഈസിലി പിക്ക് ചെയ്യാൻ ചെയ്യാൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആലോചിച്ചാൽ മതി. ആദ്യം പറയുന്നത് യു വി എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ യു എന്ന് പറയുന്നത് ആദ്യം ആ ഈ രണ്ട് അക്ഷരങ്ങൾ ആദ്യം, അല്ല ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം എന്നല്ല, ഈ രണ്ട് അക്ഷരങ്ങൾ ആദ്യം ഏതാണ്, യു വി എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് യു ആണ്. അപ്പോൾ അതാണ് ഇനിഷ്യൽ വെലോസിറ്റി. വി എന്ന് പറയുന്നത് രണ്ടാമത് ഒരു അക്ഷരമാണ് ഫൈനൽ വെലോസിറ്റി. ഇത് അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞൊരു ക്ലൂ ആണ്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക. അപ്പം v-u ഡിവൈഡഡ് ബൈ ടി. അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം, അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ കിട്ടും. ഈ ചേഞ്ചിങ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആക്സലറേഷനും എന്ത് തന്നെയാണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ആക്സലറേഷൻ എന്ത് ക്വാണ്ടിറ്റിയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് ആക്സലറേഷൻ പഠിക്കുക. ആക്സലറേഷന്റെ യൂണിറ്റ് പഠിക്കുക. വെലോസിറ്റിയുടെ യൂണിറ്റ് ms/-1 ആയിരുന്നു. വീണ്ടും ഡിവൈഡഡ് ബൈ ടൈം അല്ലെങ്കിൽ സെക്കൻഡ് വരുന്നു, ടൈം അല്ലെങ്കിൽ സെക്കൻഡ് വരുന്നു. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, ms/-2 തന്നെ കിട്ടും. ms/-2 ആണ്. ms/-2 ആണ് ആക്സലറേഷന്റെ യൂണിറ്റ്. ms/-2 ആണ് ആക്സലറേഷൻ യൂണിറ്റ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. v മൈനസ് ആക്സലറേഷൻ a is equal to v-u ഡിവൈഡഡ് ബൈ t. ഇതാണ് നമ്മുടെ ആക്സലറേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഒന്ന് ഓർമ്മിച്ച് പഠിച്ചു വെക്കുക. ആക്സലറേഷൻ a is equal to v-u divided by t. ആക്സലറേഷൻ a is equal to v-u divided by t എന്നുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ചോദ്യം ഇങ്ങനെയാണ്: ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് 0 വെലോസിറ്റി ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് മോഷനിലേക്ക് പോയി. അതിന്റെ ഇപ്പോഴത്തെ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണ് എങ്കിൽ 2 സെക്കൻഡ് കൊണ്ടാണ് ആ ഒരു വെലോസിറ്റി അക്വയർ ചെയ്തതെങ്കിൽ അതിന്റെ ആക്സലറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ v-u. v എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രസന്റ് വെലോസിറ്റി v50 ഡിവൈഡ് ബൈ ഫസ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ഡിവൈഡ് ബൈ -0 ഡിവൈഡ് ബൈ അക്വയറിംഗ് എടുത്ത ടൈം 2 seconds 2. അപ്പോൾ 50 മൈനസ് 0 ആൻസർ 50 ഡിവൈഡ് ബൈ 2 25 എന്ന് കിട്ടും. 25 ms/-2 എന്ന് കിട്ടും. അതാണ് ആക്സലറേഷന്റെ വാല്യൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പീഡ് കൂടുന്നത് മനസ്സിലാകുന്നതുകൊണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കൃത്യമായ അടുത്ത ക്ലാസ്സിൽ അതിന്റെ മറുപടി നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, സ്പീഡ് എന്താണെന്ന് പറഞ്ഞു, അതിന് ആവറേജ് സ്പീഡ് എന്താണെന്ന് പറഞ്ഞു, അതിന് രണ്ടിനും ഇക്വേഷനും പറഞ്ഞു, വെലോസിറ്റി പറഞ്ഞു, വെലോസിറ്റി ഇക്വേഷനും മറ്റു കാര്യങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ആവറേജ് വെലോസിറ്റി പറഞ്ഞു, അതിന്റെ ഇക്വേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്തൊരു കൺസെപ്റ്റായിട്ട് ആക്സലറേഷൻ പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ ആക്സലറേഷൻ ഒന്നും കൂടി പറയുന്നു: റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആക്സലറേഷൻ. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ acceleration a is equal to v-u divided by t. v-u divided by t വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, ബേസിക് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഓർമ്മിച്ചിരിക്കുക, അതിന്റെ യൂണിറ്റ് ആക്സലറേഷൻ യൂണിറ്റ് ms/-2 ആണെന്ന കാര്യം പുതിയ ഓർമ്മിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ആയിട്ട് തോന്നുന്നത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. കൃത്യമായി അടുത്ത ക്ലാസ്സിൽ മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ.